അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുപ്രധാനമായ ഒരു പാഠത്തിലേക്കാണ് അടുത്തതായി നാം പ്രവേശിക്കുന്നത്. മഹാനായ ഷേഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ ഉസ്താദ് അവറുകളുടെ ഒരു മർസിയയാണ് നാം അടുത്തത് പഠിക്കാനിരിക്കുന്നത്. ഇതിൻ്റെ രചയിതാവ് മറ്റാരുമല്ല, റസാഉല്ലാ ഹുദവി ഷായിഖ് ആണ്. ഹുദവി തന്നെയാണ്, ഉറുദു ഹുദവിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരെക്കുറിച്ചും മർസിയ എന്ന സിൻഫിനെക്കുറിച്ചും ആദ്യം പരിചയപ്പെട്ട ശേഷം പാഠത്തിലേക്ക് പ്രവേശിക്കാം. നോക്കാം. मरसिया इस नज़्म को कहते हैं जिसमें किसी की मौत पर इजहार गम किया गया. ഒരാളുടെ മരണത്തിൻ്റെ മേൽ ദുഃഖം പ്രകടമാക്കുന്ന കവിതക്കാണ് മർസിയ എന്ന് പറയുന്നത്. ഉസ്കി ഖൂബിയാ ബയാൻ കി ഗയി ഹോ, അതുപോലെ ഓർ ഉസ്കി ഖൂബിയാ ബയാൻ കി ഗയി ഹോ, ആ മഹാൻ്റെ സവിശേഷതകളെയും അദ്ദേഹത്തിൻ്റെ നന്മകളെയും അതിലെടുത്ത് പറഞ്ഞിട്ടുണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മർസിയ അറബി ലഫ്സ് ഹെ. മർസിയ എന്നത് ഒരു അറബി പദമാകുന്നു. ഓർ റസാ സെ നിക്കലാ ഹെ, റസ എന്നതിൽ നിന്ന് എടുത്തതാണ്. ജിസ്കെ മാന ആഹോ ബുക്കാ ഹെ, അഥവാ കരച്ചിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. മുഖ്തലിഫ് അഫ്രാദ് കി മൗത്ത് പർ ജോ മർസിയ ലിഖേ ഹെ വോ ഷഖ്സി മർസിയെ കഹ്ലാത്തെ ഹെ. ഓരോ വ്യക്തികൾ മരണപ്പെട്ടതിൻ്റെ പേരിൽ എഴുതപ്പെടുന്ന മർസിയക്ക് ഷഖ്സി മർസിയ എന്നാണ് പറയപ്പെടാറുള്ളത്. जैसी हाली का मरसिया गालिब और इकबाल का मरसिया दाग. जैसे हाली का मरसिया गालिब, ഹാലി ക മർസിയെ ഗാലിബ്, ഹാലിയുടെ മർസിയെ ഗാലിബും അതുപോലെ ഇഖ്ബാലിൻ്റെ മർസിയെ ദാഗും ഇതിന് ഉദാഹരണങ്ങളാകുന്നു. इसमें वाक़यात करबला हज़रत इमाम हुसैन और उनके अक़रबा और रफ़क़ा के मसाइब, उनकी शहादत का बयान, बल्कि सफ़र करबला से पहले के हालात और शहादत के बाद के वाक़यात भी शामिल है. इस सिन्फ़ के मशहूर मरसिया निगार अनीस ഹാലി റസാഉല്ലാ ഷാഖ് വഗൈറ. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ മർസിയയിൽ കർബലയിലെ ഹസ്രത്ത് ഇമാം റളിയല്ലാഹുവിൻ്റെയും അവരുടെ കൂട്ടാളികളുടെയും അവരുടെ അടുത്ത കുടുംബക്കാരെയും അവർക്ക് ഏറ്റ മുസീബത്തുകളെക്കുറിച്ചും അവർ വരിച്ച ഷഹാദത്തിനെക്കുറിച്ചും അതിനെക്കുറിച്ചും അതുപോലെ അവരുടെ യാത്രയും യാത്രക്ക് മുമ്പുള്ള അവരുടെ അവസ്ഥയും ഇതെല്ലാം വിശദീകരിക്കലും മർസിയയിൽ വരാറുണ്ട്. അതാണ് വെറും മുത്തലഖൻ മർസിയ എന്ന് പറഞ്ഞാൽ കർബലയെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഇങ്ങനെ മർസിയയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഇത്തരത്തിലുള്ള മർസിയ നിഗാർ, മർസിയ എഴുത്തുകാരിൽ മീർ അനീസ് ഹാലി, റസാഉല്ലാ ഷായിഖ് ഇവരെല്ലാം ഈ മർസിയ എഴുത്തുകാരിൽപ്പെട്ടവരാണ്. ഇനി മർസിയ നിഗാർ റസാഉല്ലാ ഷായിഖിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. रज़ाउल्लाह शाइक़ की पैदाइश 1990 रियासत बिहार के ज़िला മധുബനി में हुई. 1990 ബീഹാറിലെ മധുബനി എന്ന ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇബ്തിദായി താലീം ഗാവോं के एक छोटे से मदरसे उस्मानिया से हासिल की. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പഠനം മദ്രസ ഉസ്മാനിയയിൽ നിന്നാണ് നടത്തിയത്. 2003 में मुंबई आए. 2003 മുംബൈയിൽ വരികയും അവിടെ जहाँ दारुल हुदा इस्लामिक यूनिवर्सिटी के शाख ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജ് में दाखिला लिया. അവിടുന്ന് ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജ് എന്ന പേരിൽ ദാറുൽ ഹുദയുടെ ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നിടത്ത് അവിടെ പ്രവേശനം നേടുകയും അവർ സാനവിയ തക് താലീം ഹാസിൽ കി, അങ്ങനെ സെക്കൻഡറി അവിടെ പഠനം നടത്തുകയും ചെയ്തു. ബാദ് അസാൻ, അതിനുശേഷം ആലാ താലീം കേലിയ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേരള കാ റുഖ് കിയെ, കേരളത്തിലേക്ക് തിരിക്കുകയും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സെ ആലമിയത്ത് की ഡിഗ്രി ഹാസിൽ की, അങ്ങനെ ദാറുൽ ഹുദയിൽ നിന്ന് അതിൻ്റെ ഡിഗ്രി കരസ്ഥമാക്കുകയും ചെയ്തു. സാത്ത് ഹി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെ ഗ്രാജുവേഷൻ കിയ, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ചെയ്യുകയും ചെയ്തു. ആപ്പിനെ 2011 में JNU से MA अरबी का एंट्रेंस एग्ज़ाम पास किया. 2011 അദ്ദേഹം JNUവിൽ നിന്ന് MA അറബിക്കിൻ്റെ എൻട്രൻസ് പാസ്സാവുകയും ചെയ്തു. ദാറുൽ ഹുദാസെ ഫറാഗത്ത് കെ ബാദ്, ദാറുൽ ഹുദയിൽ നിന്ന് വിരമിച്ച ശേഷം ഉത്തരാഖണ്ഡ്
कलेर शरीफ में वाक़ दारुल उलूम क़ादिरिया सोबरिया बरक़ात रज़ा में चंद महीने दरस व तदरीस के फ़राज़ अंजाम दिए. അദ്ദേഹം ദാറുൽ ഹുദയിൽ നിന്ന് വിരമിച്ച ശേഷം ദാറുൽ ഉലൂം ഖാദിരിയ സോബരിയ എന്ന ആ സ്ഥാപനത്തിൽ കുറച്ച് മാസത്തേക്ക് അധ്യാപനം നടത്തുകയും ചെയ്തു. ഉത്തരാഖണ്ഡ് की ആബോഹവ റാസ്ന ആയി. അദ്ദേഹത്തിന് ഉത്തരാഖണ്ഡിലെ ആ ഒരു അന്തരീക്ഷം അദ്ദേഹത്തിന് പിടിക്കാത്തത് കാരണത്താൽ, അദ്ദേഹത്തിന് യോജിക്കാത്തത് കാരണത്താൽ और एक बार फिर मुंबई का रुख किया. പിന്നീട് അദ്ദേഹം മുംബൈക്ക് തന്നെ തിരിക്കുകയും ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജ് में 1 साल तक बहैसियत टीचर अपनी खिदमत अंजाम दी. പിന്നീട് ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ തന്നെ അദ്ദേഹം ഒരു വർഷത്തേക്ക് ടീച്ചർ എന്ന രീതിയിൽ അദ്ദേഹം സേവനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ബച്പൻ സെ ഷേറോ ഷായരി കാ ഗഹ്റാ ഷൗഫ് था. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് എഴുത്തിനോട് കവിതയോട് വല്ലാത്ത താല്പര്യമുണ്ട്. ഷൗക്കിയ तौर पर और दोस्तों अहबाब की फरमाइश पूरी करने के लिए भी खूब शायरी की थी. അദ്ദേഹം തൻ്റെ താല്പര്യപ്രകാരം അതുപോലെ മറ്റു തൻ്റെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടും അദ്ദേഹം നന്നായിട്ട് ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. തഖല്ലുസ് ഷായിഖ് ഹെ, അദ്ദേഹത്തിൻ്റെ പെന്നയുമാണ് ഷായിഖ് എന്ന്. ത്വാലിബ ഇൽമി കെ ദൗറാൻ लिखे गए कलाम का मजमुआ लब्बे रेज़ नाम से मकबूल है. അദ്ദേഹം പഠനകാലത്ത് എഴുതപ്പെട്ട അദ്ദേഹത്തിൻ്റെ കവിതകളുടെ അതിൻ്റെ സമാഹാരം ലബെ റേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സഹാഫി बनने के ख्वाबी की तकमील के लिए 2015 में मौलाना आज़ाद नेशनल उर्दू यूनिवर्सिटी से MA मास कम्युनिकेशन ആൻഡ് ജേർണലിസം किया. അദ്ദേഹത്തിന് ഒരു സഹാഫി ജേർണലിസ്റ്റ് ആവണമെന്ന താല്പര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2015 മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ചെയ്യുകയും അങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ MA ചെയ്യുകയും ചെയ്തു. ഉസ്കെ ബാദ് ആജ് തക് സഹാഫി പേഷമേ ജുഡേ രഹെ. ഇതുവരെ അദ്ദേഹം പത്രപ്പണിയോട് അതുപോലെ ജേർണലിസത്തോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആപ്പിനെ ETV ഉറുദു മേ ബഹൈസിയത്ത് കോപ്പി എഡിറ്റർ കാം കിയ. ETV എന്ന ചാനലിൽ അദ്ദേഹം ഒരു ഉറുദു എഡിറ്റർ എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഓർ സീ മീഡിയ സെ ജുഡെ, പിന്നീട് അദ്ദേഹം സീ മീഡിയയുമായി ബന്ധപ്പെടുകയും ഓർ താഹാൽ സീ സലാം ന്യൂസ് ചാനൽ മേ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസർ കെ തോർ पर काम कर रहे हैं. അതുപോലെ ഇതുവരെ അദ്ദേഹം ഈ സമയം വരെ അദ്ദേഹം സീ സലാം ന്യൂസ് ചാനലിൽ അസിസ്റ്റൻ്റ് പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ്. വക്തൻ ഫവക്തൻ മുഖ്തലിഫ് മാഗസിൻ, ഓരോ സമയാസമയം വ്യത്യസ്ത മാഗസിനുകളിലും അഖ്ബാറാത്തോ റസായിൽ കേലിയെ ലിഖ്തേ രഹെ, അതുപോലെ പത്രങ്ങൾക്കും മാഗസിനുകൾക്കും വേണ്ടി അദ്ദേഹം നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏക് ടെലിഫിലിം തെരേ ലിയെ എന്ന ടെലിഫിലിമും ഡോക്യുമെൻ്ററി നായിക സഫർ, മറ്റൊരു ഡോക്യുമെൻ്ററി നായിക സഫർ, ഖുഷ്ബു കി ഷായറ പ്രവീൺ ഷാക്കിർ और TV പ്രോഗ്രാം മസ്ലൂം की पुकार എന്ന ഒരു TV പ്രോഗ്രാമും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. उसके अलावा कई प्रोग्राम और डॉक्यूमेंट्री के लिए वॉइस और आर्टिस्ट के तौर पर काम किए. അദ്ദേഹം ഇതിന് പുറമെ ധാരാളം മറ്റു പല ഡോക്യുമെൻ്ററികൾക്കും വോയിസും ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. और अब तक സഫർ ജാരി ഹെ, തൻ്റെ ഉന്നതിയിലേക്കുള്ള യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേര് ആഹ് സർ സെ ആസ്മാനി സായിബാൻ ജാതാ രഹ എന്നാണ് ഇതിൻ്റെ ഹെഡിങ്ങായി കൊടുത്തിട്ടുള്ളത്. നമുക്ക് തുടങ്ങാം. ഇത് നമുക്ക് യാ ഇലാഹി ഹർ ജഗ എന്ന രീതിയിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ശൈലിയിൽ പാടി നോക്കാവുന്നതാണ്. ആഹ് സർ സെ ആസ്മാനി സായിബാൻ ജാതാ രഹ दोस्तों अहले सुनन का पासबान जाता रहा. दिल लहो रोता है आँखों से समुंदर है रवां, वो मेरा माशूक वो महबूब जां जाता रहा. आसमां मातम कुना है मरसिया खां है ज़मीन, हाय इस रूए ज़मीन से मेहरबान जाता रहा. फूल पजमर्दा हुए रंगे चमन जाता रहा,
जिस घड़ी दारुल हुदा का बागबान जाता रहा, सैकड़ों लाखों करोड़ों दिल की है वाहिद पुकार, फैज़ रहमत का व बहर बेकरां जाता रहा। आह सर से आसमानी साइबां जाता रहा, दोस्तों अहले सुनन का पासबां जाता रहा। दिल हो रोता है आँखों से समुंदर है रवां, वो मेरा मशूक वो महबूब जान जाता रहा। आसमां मातम कुना है मरसिया ख़्वाहे ज़मीन, हाय इस रूए ज़मीन से മെഹറുബാൻ ജാതാരഹ. ഇങ്ങനെ വേണമെങ്കിൽ പാടാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നല്ല പാട്ടുകാർ നല്ല രീതിയിൽ പാടണം, പാടിയിട്ട് അയച്ചു തരണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അർത്ഥത്തിലേക്ക് നോക്കാം. ആഹ് സർസെ ആസ്മാനി ആസ്മാൻ സായബാൻ ജാതാര. ആഹ് വേദന കൊണ്ട് പുളിയാണ്, വേദന കൊണ്ട് പറയുന്നൊരു വാക്കാണിത് അല്ലേ. നമുക്കൊക്കെ വേദന എന്നാൽ ആഹ് എന്നല്ലേ പറയാം. ആഹ് സർസെ ആസ്മാനി സായബാൻ ജാതാരഹ. എൻ്റെ തലക്കുമീതെ നിന്ന്, സർസെ എൻ്റെ തലയിൽ നിന്ന്, തലക്കുമീതെ നിന്ന്, ആസുമാനി സായബ ആകാശമായിരുന്ന, ആകാശത്തോളം പ്രവിശാലമായിരുന്ന, സായബ ആ ഒരു സഹായം, ആകാശത്തോളം പ്രവിശാലമായിരുന്ന ആ ഒരു സഹായം, ജാതാരഹ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ആ എന്തൊരു വേദന. സർസെ ആസ്മാനി സായബാൻ ജാതാരഹ. തലക്കുമീതെ നിന്ന് ആകാശമാകുന്ന, ആകാശത്തോളം പ്രവിശാലമായ ഈ സഹായം, സായബ സഹാറ മദദ്, ആകാശത്തോളം പ്രവിശാലമായ ഈയൊരു സഹായം, ആകാശത്തോളം പ്രവിശാലമായ ആകാശമാകുന്ന ഈയൊരു മേൽക്കൂര എന്നിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദോസ്തോ അഹ്ലെ സുനൻ കാ പാസുബാൻ ജാതാ രഹ. കൂട്ടുകാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ, അഹ്ലു സുന്നത്തിൻ്റെ കാവൽക്കാരനിതാ പോവുകയാണ്, പോയി മറയുകയാണ്. ദോസ്തോ അഹ്ലെ സുനൻ കാ പാസുബാൻ ജാതാ രഹ. കൂട്ടുകാരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കാവൽക്കാരനിതാ പോവുകയാണ്. ദിൽ ലഹോ റോത്താ ഹെ. എൻ്റെ ഹൃദയവും എൻ്റെ രക്തവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആംഖോं से സമുന്ദർ ഹേ റുവാ, സമുന്ദർ ഹേ റവാ. എൻ്റെ കണ്ണുകളിൽ നിന്ന് സമുദ്ര സമാനമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആംഖോं से കണ്ണുകളിൽ നിന്ന്, സമുന്ദർ ഹേ സമുദ്രമാകുന്നു, റവാ ജാരി ഒഴുകുന്നത്. സമുദ്ര സമാനമായി എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീറുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദില്ലഹോ റോത്താ ഹെ ആംഖോं से സമുന്ദർ ഹേ റവാ വോ മേരാ മാഷൂഖ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണവർ. വോ മെഹബൂബജ, എൻ്റെ ജീവനോളം ഇഷ്ടപ്പെട്ടവർ, എൻ്റെ ജീവനോളം ആദരിച്ചവരാണവർ, ഇഷ്ടപ്പെട്ടവരാണവർ. ജാതാരഹ, എൻ്റെ ജീവനോളം ഇഷ്ടപ്പെട്ടവർ. ജാതാരഹ, അവരിതാ പോയി മറയുകയാണ്. ആസുമ മാത്തം കുനാഹെ. ഈ സമയം മഹാനവറുകൾ വഫാത്തായ സമയം. ആസുമ മാത്തം കുനാഹെ, ആകാശം പോലും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്തം കുന എന്ന് പറഞ്ഞാൽ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മർസിയ ഖാഹേ സമീൻ. ഈ ഭൂമിക പോലും മർസിയ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ, മഹാനവറുകളുടെ പേരിൽ അനുശോചന കാവ്യം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഹായേ എന്ത് കഷ്ടം, എന്തൊരു ദുഃഖം. ഹായേ എന്ത് ദുഃഖം. ഇസ് റൂയേ ജമീൻ സെ, ഈ ഭൂമുഖത്ത് നിന്ന്, മെഹറുബാൻ ജാതാരഹ വലിയ കാരുണ്യവാനായിരുന്ന മഹാനവറുകൾ പോവുകയാണ്.
എത്ര വലിയ കാരുണ്യമാണ്, എത്ര 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 പേർക്ക് എത്ര എത്ര ആളുകൾക്കാണ് മഹാനവറുകളുടെ നിഴൽ, ആ ഇൽമാകുന്ന നിഴൽ, അവരുടെ പാണ്ഡിത്യം, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഹിമ്മത്ത്, അത് എത്ര പേർക്ക് നിഴലായി മാറിയിട്ടുണ്ട്. ഹായേ, എന്തൊരു ദുഃഖം. ഇസ് റൂയെ ജമീൻ സെ, ഈ ഭൂമുഖത്ത് നിന്ന് മെഹറുബാൻ ജാത്താരഹ, കാരുണ്യവാൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും കരുണ ചൊരിഞ്ഞുകൊടുത്ത, സന്തോഷം മാത്രം ചൊരിഞ്ഞുകൊടുത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത മഹാനവറുകൾ പോവുകയാണ്, പോയി മറയുകയാണ്. ഫൂൽ പജ്മർദാഹുയെ, പൂക്കൾ പോലും വാടിയിട്ടുണ്ട്. പജ്മർദാഹോന എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക എന്നർത്ഥമുണ്ട്, അതുപോലെ വാടുക എന്നർത്ഥമുണ്ട്. പൂക്കൾ പോലും വാടിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ പൂക്കൾ പോലും ദുഃഖിച്ചിരിക്കുന്നു. രംഗേ ചമൻ ജാതാരഹ, ഈ പൂന്തോട്ടത്തിൻ്റെ നിറം, പൂന്തോട്ടത്തിന് സൗന്ദര്യം പകർന്ന ആ നിറം ഇതാ പോയി മറയുന്നു. ജിസ് ഘടി ദാറുൽ ഹുദാ കാ ബാഗ്ബാൻ ജാതാ രഹാ, പൂക്കളെല്ലാം വാടിപ്പോയി, പൂവാടികളുടെ നിറം മങ്ങിപ്പോയി. ഏത് സമയം, ജിസ് ഘടി, ഏതൊരു സമയത്താണോ, ദാറുൽ ഹുദാ കാ ബാഗ്ബാൻ ജാതാ രഹാ, ദാറുൽ ഹുദ എന്ന പൂന്തോട്ടത്തിൻ്റെ കാവൽക്കാരൻ, ആ തോട്ടക്കാരന് ദാറുൽ ഹുദായിൽ നിന്നല്ല, ഈ ലോകത്ത് നിന്ന് തന്നെ പോയി മറഞ്ഞപ്പോൾ ഇവിടെയുണ്ടായിരുന്ന പൂവാടിയിലുണ്ടായിരുന്ന പൂക്കളെല്ലാം നിറം മങ്ങിപ്പോയി, പൂക്കളെല്ലാം വാടിപ്പോയി. സൈങ്കടോ ലാഖോ കറോടോ ദിൽ കി ഹേ വാഹിദ് പുകാർ, നൂറുകണക്കിനെന്നല്ല, ലക്ഷക്കണക്കിനെന്നല്ല, കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ ഒരൊറ്റ വിളിയാളമായിരുന്നു വാഹിദ് പുകാർ, ഒരൊറ്റ വിളിയാളമായിരുന്നു മഹാനവറുകൾ, ഷേഖുനാവറുകൾ. ഫൈസ് റഹ്മത്ത് കാ വ ബഹറെ ബേക്കറാൻ ജാതാ രഹാ, കരുണയുടെയും അനുഗ്രഹത്തിൻ്റെയും, ഫൈസ് റഹ്മത്ത് കാ, കരുണയുടെയും അനുഗ്രഹത്തിൻ്റെയും, വ ബഹറെ ബേക്കറ, ആ പ്രവിശാലമായ ആ സമുദ്രം ഇതാ ജാതാ രഹാ, പോയിക്കൊണ്ടിരിക്കുകയാണ്, പോയി മറയുകയാണ്. ഫൈസ് റഹ്മത്ത് കാ വ ബഹറെ ബേക്കറാൻ ജാതാ രഹാ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അടുത്ത ക്ലാസ്സോടുകൂടെ നമുക്ക് ഈ കവിത പൂർത്തിയാക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഉസ്താദ് അവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും നമ്മുടെ ഇൽമ് നാഫിയാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.